ഇപ്പോൾ ഞാൻ ലേബി സുരേന്ദ്രനിലേക്ക് പോകുന്നു. ലേബി, ഇപ്പോൾ അജികുമാറിന്റെ വീട്ടിലും പരിശോധന നടത്തിയിരിക്കുകയാണ് SIT. ഇപ്പോൾ അജികുമാർ ഈ പോറ്റിയുടെ സുഹൃത്താണ്. നമ്മൾ നേരത്തെ തുടക്ക സമയത്ത്, ഈ വിവാദത്തിന് തുടക്ക സമയത്ത് അജികുമാറിന്റെ ഭാര്യയുടെ പ്രതികരണമടക്കം വന്നതാണ്. ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അതിന്റെ കണക്ക് കൃത്യമായി തനിക്ക് അറിയില്ല എന്ന് കൂടിയാണെന്ന് ഭാര്യ പറഞ്ഞത്. അജികുമാർ ജീവിച്ചിരിപ്പുമില്ല. ഇപ്പോൾ ആ വീട്ടിലെ പരിശോധന ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് അറിയാനാകുന്നത് ലേബി? സ്മൃതി, അജികുമാറുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അജികുമാറിന്റെ വീട്ടിലെ, അത് മൂവാറ്റുപുഴ വാഴക്കുളത്തുള്ള പിരളിമറ്റത്തെ വീട്ടിൽ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തി. വിശദമായ പരിശോധനയാണ് SIT സംഘം നടത്തിയത്. ഇവിടെ വന്ന് അന്ന് ദ്വാരപാലക വിഗ്രഹങ്ങൾ പൂജിക്കാൻ കൊണ്ടുവന്ന അജികുമാറിന്റെ പിരളിമറ്റത്തുള്ള കുടുംബക്ഷേത്രത്തോട് ചേർന്ന സർപ്പക്കാവിലും പരിശോധന നടത്തി. ഇവിടെ ദ്വാരപാലക വിഗ്രഹങ്ങൾ പൂജിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവർ മാർക്ക് ചെയ്ത് അതിന്റെ വിശദമായ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ ശേഖരിച്ചു, പരിശോധന നടത്തി. അതിനുശേഷമാണ് വീട്ടിലേക്ക് പോയത്. പിന്നീട് ബാംഗ്ലൂരിലുള്ള അജികുമാറിന്റെ വീട്ടിലും ബാംഗ്ലൂരിലുള്ള അജികുമാറിന്റെ ഓഫീസിലും വിശദമായ പരിശോധന തന്നെ നടത്തുകയും ചെയ്തു. അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാറിനെ തിരുവനന്തപുരത്തേക്ക് SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാറാണ് ആദ്യമായി മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ദ്വാരപാലക വിഗ്രഹങ്ങൾക്കും കട്ടളപ്പടികൾക്കുമായി സ്വർണം നൽകിയതിൽ അജികുമാറിന് പങ്കുണ്ട്. അജികുമാർ 35 ലക്ഷത്തോളം രൂപ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യമായി വെളിപ്പെടുത്തിയത് അനിൽകുമാർ ആയിരുന്നു. അതേ തുടർന്നാണ് നമ്മൾ അജികുമാറിന്റെ ഭാര്യ സുമംഗലയുടെ പ്രതികരണം ആരാഞ്ഞത്. സുമംഗല അതൊന്നും നിരാകരിച്ചില്ല, എങ്കിലും കൃത്യമായി കാര്യങ്ങൾ അറിയില്ല എന്നുള്ള മറുപടിയാണ് സുമംഗലയും നൽകിയത്. ഏതായാലും സുമംഗലയിൽ നിന്നും അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാറിൽ നിന്നും വിശദമായ മൊഴിയാണ് ഇപ്പോൾ SIT സംഘം ശേഖരിച്ചിരിക്കുന്നത്. SIT ശബരിമലയുടെ ഈ അന്വേഷണത്തിൽ കുറച്ച് പേരുടെ പേരുകളാണ് ചേർത്ത് വെച്ച് അന്വേഷണം നടത്തുന്നത് എങ്കിൽ അതിന് പുറത്തേക്കുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചിരിക്കുന്നു. വിശദമായി തന്നെ അതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്കുള്ള കണ്ണികളിലേക്കും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് അജികുമാറിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയതും മൊഴി ഇപ്പോൾ പലരിൽ നിന്നായി രേഖപ്പെടുത്തിയതും. സ്മൃതി.